വിശദാംശങ്ങൾ നൽകും. ഷിജോ, രണ്ടു കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഒന്ന്, കൊലപാതകത്തിന്റെ കാരണം, മറ്റൊന്ന് കൂടുതൽ പേരുടെ അമ്മയടക്കമുള്ള ആളുകളുടെ സഹായം കിട്ടിയോ ഈ ഹരികുമാറിന് എന്നുള്ളതാണ്. ഈ ശ്രീധുവിനെ ചോദ്യം ചെയ്യൽ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, അതിനകത്ത് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീധുവിനോട് ചില താല്പര്യങ്ങളും മറ്റ് ചില ആവശ്യങ്ങളും ഹരികുമാർ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്തു നൽകാത്തതിലുള്ള വൈരാഗ്യവും വിരോധവും ഹരികുമാറിന് ശ്രീധുവിനോട് ഉണ്ടായിരുന്നു. അതുമൂലമാണ് കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്താനുള്ള കാരണമായിട്ട് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അതുമാത്രവുമല്ല, അതിന് മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ പ്രാഥമികമായിട്ട് പോലീസ് പറയുന്നത് ശ്രീധുവിനോട് ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഹരികുമാർ പ്രകടിപ്പിച്ചിരുന്നു. അത് നൽകാത്തതിലുള്ള വിരോധം മൂലം കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇതിനകത്ത് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിനകത്ത് പോലീസ് പ്രാഥമികമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരാളുടെ സഹായം കൂടാതെയാണ് ഹരികുമാർ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യം പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന് ആധാരമായിട്ട് പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ശ്രീധു തന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നത്. അപ്പോൾ നാട്ടുകാരടക്കം വിവരമറിയിക്കുന്നത് അതിങ്ങനെയാണ്: ഉറക്കത്തിൽ നിന്ന് ശ്രീധു ഉറക്കമുണരുന്നു. അതിനുശേഷം കുഞ്ഞിനെ എടുത്ത് അച്ഛൻ അരികിൽ കിടത്തുന്നു. തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല. കുഞ്ഞിനെ അവിടെ കാണാതെ വന്നപ്പോൾ അച്ഛന്റെ കൂടെ കിടത്തിയ സമയത്ത് ഹരികുമാർ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാല്ലേ, ഓരോ വാർത്തകൾ ഇങ്ങനെ കാണുമ്പോൾ ഇതുവരെ കേൾക്കാത്ത ഓരോ വാർത്തകളാണ്. ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു 2.5 വയസ്സായ ഒരു കുട്ടിയാണ് ഇതിനൊക്കെ എടുത്തിട്ടുള്ളത്. ആ കുട്ടിയുടെ ജീവിതം വെച്ചിട്ടാണ് ഓരോരോ ആൾക്കാർ കളിക്കുന്നത്. എന്താ ചെയ്യല്ലേ, ഓരോരോ വാർത്ത കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. ഓരോരോ ന്യൂസ്, കേൾക്കാത്ത ന്യൂസുകൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഓരോരോ വാർത്തകൾ. ഇത് നടക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ, ബാലരാമപുരത്താണ്. അതായത് അമ്മാവനാണ്. എന്തമ്മാവൻ അല്ലേ? ഒരു അമ്മാവൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ അത്? അതായത് അമ്മയുടെ സഹോദരൻ, സ്വന്തം അമ്മയുടെ സഹോദരൻ, അമ്മയുടെ പേര് ശ്രീധു എന്നാണ്. ഈ പറഞ്ഞ സഹോദരൻ, അമ്മാവൻ്റെ പേര് ഹരികുമാർ. അമ്മാവൻ ചെയ്ത പണി എന്താണെന്ന് കേൾക്കണം. അതിന് മുമ്പ് ഉള്ള സംഭവം പറഞ്ഞുതരാം. അമ്മാവൻ ഈ പറഞ്ഞ സഹോദരിയോട് ഒരു താല്പര്യം, അതായത് ഒരേ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ സഹോദരിയോട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണം? ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ, അല്ലേ? നമ്മളിങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ വേറെ എവിടെ ഉണ്ടാവില്ല. ഇത്രയും വൃത്തികെട്ട മനുഷ്യൻ, സ്വന്തം അമ്മയുടെ വയറ്റിൽ പറഞ്ഞ ഒരേ രക്തത്തിൽ പറഞ്ഞ ആൾക്കാർ. ഇവൻ ചെയ്ത പണി എന്താ? ഇവനെന്താ ചെയ്ത്? ഇവന് താല്പര്യം, നിരന്തരം മെസ്സേജ് അയക്കുന്നു, നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ താല്പര്യങ്ങൾക്ക് ഈ കുട്ടി ഒരു തടസ്സമാകും. അതായത് 2.5 വയസ്സായ ഈ പറഞ്ഞ പെങ്ങളുടെ കുട്ടി ഒരു തടസ്സമാണ് എന്ന് കണ്ടപ്പോൾ ചെയ്ത പണിയാണ്. ഈ പറഞ്ഞ പെങ്ങൾക്ക് ഭർത്താവും ഉണ്ട് കേട്ടോ. ഈ കുട്ടി തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ ഇവൻ ചെയ്ത പണി എന്താണെന്നറിയും? ഈ കുട്ടി എടുത്തു കൊണ്ടുപോയി കിണറ്റ് കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞു. വളരെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞു, നിസ്സാരമായിട്ട്. അവൻ വളരെ ക്രൂരത എന്ന് പറഞ്ഞാൽ ക്രൂരത അങ്ങേയറ്റാണ് ചെയ്ത സംഭവം. ഈ കുട്ടിയുടെ അമ്മയെയും മുത്തശ്ശിയെയും പറഞ്ഞപ്പോൾ തന്നെ ഭർത്താവിനെയൊക്കെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇതിൽ കുറ്റക്കാരാണോ അല്ലെങ്കിൽ ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നിലവിൽ അവരൊക്കെ വിട്ടയച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടത്. ഈ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു വിഷമം തോന്നും. ഒന്നും അറിയാത്തൊരു കുട്ടിയെ എന്തിനാണ് ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യം? ആ കുട്ടി എന്ത് തെറ്റിയാണ്? ഇത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ഇതിന് നല്ലൊരു അന്വേഷണം വേണം. കാരണം എന്തോ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഫോൺ കോൾ ചാറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവർ ഈ ഹരികുമാറിനെ അകത്താക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറ്റസമ്മതവും. പക്ഷെ ഒരുപാട് അന്വേഷണം വേണം ഇതിൽ. ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ടോ, അച്ഛനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. കാരണം ഈ സംഭവം നടക്കുമ്പോൾ കുട്ടി കിടക്കുന്നത് കുട്ടിയുടെ അച്ഛൻ്റെ കൂടെയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത് സത്യമാണുള്ള കാര്യം അറിഞ്ഞൂടാ. പിന്നെ കുട്ടിയെ കാണാനില്ല. ആ സമയത്ത് ഈ പറഞ്ഞ ഹരികുമാർ അമ്മാവൻ വന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് കിണറ്റ് കൊണ്ടുപോയി ഇട്ടു എന്നാണ് ഈ പറയുന്ന ഈ കുട്ടിയുടെ അമ്മ ശ്രീധു പറഞ്ഞിട്ടുള്ള കാര്യം.
അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു ഫാമിലിയുടെ ഒരു അവസ്ഥ, ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥയും ഒരു ഇത് പോയൊരു പോക്കേ. വ്യക്തിവൈരാഗ്യമാണ്, തടസ്സമാണ്, അവർ തമ്മിലുള്ള എന്തൊക്കെ ഇഷ്യൂസ് കൊണ്ടാണെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. എന്താണെന്ന് വ്യക്തത ഒന്നും ഇല്ല കേട്ടോ കാര്യത്തിന്, അത് വേറെ കാര്യം. അപ്പോൾ ഇതിൻ്റെ അന്വേഷണം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അന്വേഷണം വേണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുള്ള പങ്കുണ്ടോ എന്നുള്ള കാര്യം, ഇവരുടെ റോൾ എന്താണെന്നുള്ള കാര്യം എല്ലാം ഒന്ന് അന്വേഷിക്കണം. കാരണം ഇതൊരു നിസ്സാരമായിട്ടുള്ള ഒരു കേസല്ല. അപ്പം ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ആ കുട്ടി ഇതിൽ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ ആലോചിക്കുകയാണ്. ഒന്നും അറിയാത്ത 2.5 വയസ്സായ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ആ കുട്ടിയുടെ സംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ നമ്മളെ കുട്ടിയുടെ ഫേസൊന്നും കാണിക്കുന്നില്ല. ബട്ട് ഒരു വല്ലാത്തൊരു വിഷമം ആ കുട്ടി ഇങ്ങനെ കിടത്തി കണ്ടപ്പോൾ. ആർക്കായാലും സങ്കടം തോന്നുന്നു. കാരണം മൂടി പൊതിച്ച് കിടത്തി കണ്ടു കഴിഞ്ഞാൽ കാരണം എന്താ പറയുക, 2.5 വയസ്സായ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മരിക്കള പ്രായമാണ് 2.5 വയസ്സെന്നൊക്കെ പറഞ്ഞു. ആണോ? ഒന്നും അറിഞ്ഞൂടാ കുട്ടിക്ക്. മരിച്ചത് എന്താന്ന് പോലും അറിയാം. ചിലപ്പോൾ ആ കുട്ടി മരിച്ചത് പോലെ കുട്ടി അറിഞ്ഞിട്ടുണ്ടാവും, ഉറക്കത്തിലായിരുന്നു. ഇതൊക്കെ ഈ പാപൊക്കെ എവിടെ കൊണ്ടാണ് കളയുക? ഞാൻ അതാലോചിക്കുന്നത്. അമ്മാവനാണ് അമ്മാവൻ. ഇതൊരു അമ്മാവനാണോ? ഇപ്പോഴത്തെ കാലത്ത് അമ്മാവൻ, അമ്മ, അച്ഛനൊന്നും ഇല്ലല്ലേ. ആരെ വേണമെങ്കിൽ കൊല്ലാം. അങ്ങനെയല്ല, സ്വന്തം അമ്മമാരെ തന്നെ ഇപ്പം മക്കളെ ഉപേക്ഷിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, അച്ഛന്മാർ കൊല്ലുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അച്ഛന്മാർ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്, ഗർഭിണിയാക്കുന്നുണ്ട്. പല കഥകളും നമ്മളിങ്ങനെ കാണുന്നില്ലേ. കാലം ഒക്കെ ഒരു വല്ലാത്തൊരു പോക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും മനസ്സിലാവാത്തൊരു പോക്കാണ്. എന്താ പറയുക, അതൊക്കെ ഒരു മനുഷ്യന്മാരാണോ? മനസ്സാക്ഷി ഉണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ ചിന്തിക്കാത്ത കാര്യമുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഇവിടുന്ന് അനുഭവിച്ചിട്ടേ പോവുള്ളൂ എന്ന കാര്യം. ഇതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും. ഇതൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ തിരിച്ചു വരാനുള്ളതാണ്, ഇന്നല്ല നാളെ എന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു താല്പര്യങ്ങൾക്ക് പുറമെ, എന്തൊക്കെയോ ഇതിന് പുറമെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബാധിക്കും എന്നുള്ള കാര്യം ചിന്തിക്കാതെയാണ് ഈ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും. എനിക്ക് ആ കുട്ടിക്കിടെ കിടക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. 2 വയസ്സായ കുട്ടി. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടി മരിച്ചതുപോലെ ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അതാണ് സത്യം. ഉറക്കത്തിലായിരുന്നു. സങ്കടം, ഭയങ്കര സങ്കടമായിപ്പോയി അത് കണ്ടിട്ട്. നെഞ്ച് കെട്ട് പൊട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ നെഞ്ച് കെട്ടുണ്ടല്ലോ, വല്ലാത്തൊരു വിഷമം അത് കണ്ടപ്പോൾ. ശരിയായുള്ള അന്വേഷണം വേണം. ഈ പരമനാറി ഹരികുമാറിന് തക്കതായ ശിക്ഷയും വേണം. അതിനെ പിടിച്ച് പൂട്ടണം. വധശിക്ഷനെ കിട്ടണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. വധശിക്ഷൻ്റെ അപ്പുറമൊന്നും ഇല്ല, പക്ഷെ വധശിക്ഷനെ കിട്ടണം. അവനെ നരകിച്ച് അവനെ അങ്ങനെ സുഖിച്ചങ്ങനെ നിൽക്കണ്ട. കാരണം ജയിലിൽ നിന്നൊക്കെ പറഞ്ഞ സുഖമാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ കേരള ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ കൂടുതലുള്ള കാരണം വേറെ ഒന്നുമല്ല, സുഖവാസം കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി ഫുഡ്, അടിപൊളി സംഭവങ്ങളല്ലേ അതിൻ്റെ അകത്ത്, ഹൈഫൈ അല്ലേ, അതന്നെ. അപ്പം അതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ കൂടുന്നത്, വേറെ കാര്യം. അപ്പം അതുകൊണ്ട് നമ്മളെ ടാക്സൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് അടിപൊളിയായി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കൂടി തിരിച്ചു വരുമ്പോൾ നല്ല കുട്ടപ്പനായിട്ട് വരാൻ. ഇവനൊന്നും തീറ്റിപ്പൊലിനെ കാര്യമൊന്നുമില്ല, കൊന്നു കളയാന്നല്ലേ. കൊച്ചു കുട്ടിനോട് ഇങ്ങനെയൊക്കെ ചെയ്ത് അവനൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവനൊക്കെ ചാവുക എന്നല്ലേ ഞാൻ പറയുള്ളൂ. അവനെ കൊന്നു കളയാന്നല്ലേ. ക്രൂരത തന്നെ, വളരെ വലിയ ക്രൂരത. റൈസ് കൂടുതലൊന്നും സംസാരിക്കാറില്ല, പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഭയങ്കര ഇമോഷണലായി പോകും. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ വിഷയത്തെക്കുറിച്ച്. അടുത്ത വീഡിയോ കാണാം. ബൈ.